ഹായ് ഫ്രണ്ട്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഥവാ ലാഭവും നഷ്ടവും എന്ന ടോപ്പിക്കിലെ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 800 രൂപയ്ക്ക് വാങ്ങിയ മേശ 900 രൂപയ്ക്ക് വിറ്റ ലാഭശതമാനം എന്ത്? 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു മേശ 800 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് നമ്മൾ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 900 രൂപയ്ക്കാണ് വിൽക്കുന്നത് അല്ലേ? അപ്പൊ ലാഭമാണ് അവിടെ ഉണ്ടാവുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ലാഭം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഡിഫറൻസ് എടുത്താൽ മതി. 900 മൈനസ് 800 ചെയ്യാം. എത്ര കിട്ടും? 100 എന്ന് കിട്ടും. സോ ലാഭം എത്രയാണ്? 100 രൂപയാണ് ഇവിടെ ലാഭമായിട്ട് വരുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലാഭത്തിന്റെ ശതമാനമാണ്. അപ്പൊ ലാഭശതമാനം കാണാനായിട്ടുള്ള ഫോർമുല ഇതല്ലേ? ലാഭശതമാനം ഈക്വൽ ടു ലാഭം എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. അപ്പൊ നമുക്കറിയാം ലാഭം 100 അല്ലായിരുന്നോ? വാങ്ങിയ വില എത്രയായിരുന്നു? 800 അല്ലേ? അപ്പൊ 100/800 ഇൻറ്റു ഏത് ചെയ്യണം? 100. ഇവിടെ നിങ്ങൾക്ക് ക്യാൻസലേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. 0 0 2 0 മേളിലുണ്ട്. ഞാൻ താഴത്തെ 2 0യും കട്ട് ചെയ്തു. ബാക്കി എന്താ ഉള്ളതെന്ന് നോക്കിക്കേ. 100/8. 100/8 എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഇല്ല. അപ്പൊ ഇതിനെ വീണ്ടും എന്ത് ചെയ്യാം? ചെറുതാക്കുക. 100/8 നമുക്ക് 2 കൊണ്ട് മേളിലും താഴെയും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതെന്ത് കിട്ടും? 100ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 50. 8ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാ? 4. വീണ്ടും നമുക്കിതിനെ 2നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. എന്ന് വെച്ചാൽ 2ന്റെയും പകുതി വീണ്ടും എടുക്കാൻ പറ്റും അല്ലെ? അപ്പൊ 50ന്റെ പകുതി എത്രയാ? 25. 4ന്റെ പകുതി എത്രയാ? 2. ഇനി കിട്ടിയ നോക്കിക്കേ, 25ന്റെ പകുതി അല്ലേ? 25/2 എന്ന് വെച്ചാൽ 25ന്റെ പകുതി എത്രയാണ്? 12.5 അല്ലേ? 12.5 അല്ലേ? 24ന്റെ പകുതി 12 ആണോ? 1ന്റെ പകുതി എത്രയാ? അര. അങ്ങനെ രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ 25ന്റെ പകുതി എത്രയായിട്ട് വരും? 12.5 എന്ന് വരും. അത്രയും ശതമാനമാണ് ഇവിടെ ലാഭമായിട്ട് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണെന്ന് നോക്കിക്കേ. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.